നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് 12 സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഒരു സമയമെന്ന് പറയാൻ കഴിയില്ല. തലവേദന, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷൻ, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് സുഖക്കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം 7ാം ഭാവാധിപതി അഷ്ടമത്തിലാണ്. മാത്രമല്ല, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശത്രു സ്ഥാനാധിപത്യം വഹിച്ചും രോഗാധിപത്യം വഹിച്ചുമായത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ രോഗങ്ങൾ വരിക, ആ രോഗങ്ങൾ മാറി സ്വസ്ഥമായി എന്ന് തോന്നുന്ന സമയത്ത് അടുത്ത രോഗം വരിക, ആ രീതിയിൽ ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. കാരണം ആയുർകാരകനായിരിക്കുന്ന ശനിയാണ് അഷ്ടമത്തിൽ ആയുർ സ്ഥാനത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ അത് ദീർഘായുർയോഗത്തെ ചെയ്യുമെങ്കിലും രോഗാധിപത്യം കൂടി ശനിക്കുള്ളത് കാരണം കൊണ്ട് 6ാം ഭാവാധിപതിയാണ്. അപ്പം അത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, അതുപോലെ അവനവൻ്റെ കീഴിൽ പ്രവർത്തിയെടുക്കുന്ന തൻ്റെ ഭൃത്യന്മാർ അല്ലെ കീഴിൽ പ്രവർത്തിയെടുക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാനം അപ്രിയമായി തോന്നുക, അവരെങ്ങനെയുള്ളവർ നമ്മളിൽ നിന്നും അകന്നു പോകാനിട വരിക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള വിഷയങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കർമ്മസംബന്ധമായിട്ടൊരു സ്ഥാനചലനത്തിന് യോഗം കാണുന്നുണ്ട്. അതേപോലെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരിക, യാത്ര കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങൾ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. ഇപ്പോൾ തൊഴിലിൽ സ്ഥാനചലനത്തിന് യോഗമുണ്ട്, ദാമ്പത്യ സുഖക്കുറവിന് യോഗമുണ്ട്, നടുവേദന പോലെയുള്ള രോഗങ്ങളോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ യോഗമുണ്ട്, തലവേദന, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പം അത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലിൽ കുറച്ചൊരു ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ ഒരു സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് കൂടിയാണ് ഈ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ ഇവിടെ ബുധൻ വക്രഗതിയിലാണ്, ലാഭാധിപതി വക്രത്തിൽ നിൽക്കുന്നു സ്വക്ഷേത്ര ബലവാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും അനുകൂലമായിരിക്കുന്ന അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. എങ്കിലും സ്ത്രീ വിഷയത്തിലും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ കാമുകന്മാർ തമ്മിൽ അകന്നു പോകാനിട വരാനുള്ള സാധ്യത, അതേപോലെ തന്നെ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായിട്ട് അകൽച്ചയോ, ആരെങ്കിലും ഒരാൾക്ക് രോഗാവസ്ഥ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് മാനസിക ടെൻഷൻ അനുഭവിക്കാനിട വരികയോ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.